ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഈ അടുത്തായി ഇറങ്ങിയ ഒരു അടിപൊളി കൊറിയൻ ഫാന്റസി ആക്ഷൻ കോമഡി ഫിലിമാണ് കാണാൻ പോകുന്നത്. പെട്ടെന്നൊരു ദിവസം ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുറച്ചു പേർക്ക് സൂപ്പർ പവേഴ്സ് കിട്ടിയാൽ എങ്ങനെയുണ്ടാകും? അവർക്കൊന്നിച്ച് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതാണ് സിനിമയുടെ വൺ ലൈൻ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള വലിയൊരു പ്രോത്സാഹനമായിരിക്കും. ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് സിനിമ 2 ഭാഗമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൂടി കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സോ നമുക്കിനി നേരെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരാളെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. എമർജൻസി ആയിട്ട് ആളെ കൊണ്ടുവരുന്നത് കൊണ്ട് ആംബുലൻസിൽ നിന്ന് നേരത്തെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറയാൻ നോക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഇലക്ട്രിക് സിഗ്നൽസ് കാരണം കോൾ ബ്രേക്കായി പോവുകയാണ്. അങ്ങനെ അയാളെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. ഡോക്ടേഴ്സ് അയാളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോവുകയാണ്. ആ ആളെ ഹോസ്പിറ്റലിലേക്ക് കയറ്റിയതും ലൈറ്റ്സ് എല്ലാം മിന്നനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളെ അയാളുടെ കയ്യിലുള്ള ടാറ്റു കാണിക്കുകയാണ്. എന്തോ ഒരു പ്രത്യേകത അതിനുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു യുവാവിനെയാണ്. ആൾ ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് വേഗം തന്നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗൻസ് ഒക്കെ ആളുടെ ബോഡിയിൽ നിന്ന് എടുക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് ഡോക്ടേഴ്സ്. ആ യുവാവിന്റെ ബോഡിയിലുള്ള ടാറ്റു കണ്ടിട്ട് ഇത് പഴയ ഹിസ്റ്ററി ബുക്കിലോ മറ്റോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഒരുമിച്ച് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സർജറി തുടങ്ങും. അങ്ങനെ കുറേ മണിക്കൂറുകൾക്ക് ശേഷം സർജറി ചെയ്ത് 6 ഓർഗൻസ് അവർ ഡൊണേഷന് വേണ്ടി എടുത്തു. മരിച്ച ആളുടെ ബോഡി ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർമാർ ആ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു നേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്നത്. അതുകൊണ്ട് ഡോക്ടർമാർ അവിടേക്ക് പോയി നോക്കുമ്പോൾ അവർ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകും. മരിച്ച ആളുടെ ബോഡി ചാരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേപ്പറൊക്കെ കത്തിയിട്ട് പൊടിഞ്ഞു പോകില്ല, അതുപോലെ. ഈ സമയം ആ മരിച്ച ആളുടെ കയ്യിലെ ടാറ്റു നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ആ സീൻ കട്ടായിട്ട് സൂപ്പർ പവർ ഉള്ള ഒരു സ്പിരിറ്റ് ടാറ്റുവിനെ കുറിച്ചുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്സും സൂപ്പർ ഹീറോയെ പോലുള്ള ഒരാൾ ആപത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതും ഒക്കെ ഷോർട്ടായിട്ട് സിനിമയുടെ ഇൻട്രോയിൽ കാണിക്കുകയാണ്. അത് കഴിഞ്ഞാണ് ഫിലിമിന്റെ പേര് കാണിക്കുന്നത്, ഹൈ ഫൈവ്. നെക്സ്റ്റ് നമ്മളെ വൻസോ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവൾ തൻ്റെ അച്ഛനൊപ്പം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയാണ്. മുന്നത്തെ സീനിൽ കണ്ട മരിച്ചുപോയ ആളുടെ ഹാർട്ട് ഈ പെൺകുട്ടിക്കാണ് വെച്ചിരിക്കുന്നത്. സർജറി കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വൻസു സുഖമായി. ഇത് കണ്ടിട്ട് ഡോക്ടർ കുറച്ച് ഷോക്കിലാണ്. വൻസുവയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ അവളെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയിട്ട് അച്ഛനും മോളും ഒരു ഷോപ്പിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. അച്ഛൻ്റെ പേര് ജങ്സെ എന്നാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മകൾ വൻസോയുടെ റിസ്റ്റിൽ അച്ഛനൊരു ടാറ്റു കാണുന്നത്. മോൾ എപ്പോഴാണ് ടാറ്റു ഒക്കെ ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കും. വൻസോ പറയും, ഞാൻ ടാറ്റു ഒന്നും ചെയ്തിട്ടില്ല, ഇത് സർജറിയുടെ സൈഡ് എഫക്റ്റോ മറ്റോ ആണെന്നാണ് തോന്നുന്നത് എന്ന്. വൻസോ എന്നിട്ട് അച്ഛനോട് ചോദിക്കും, ഞാൻ എൻ്റെ തായ്ക്കൊണ്ടോ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന്. അച്ഛൻ അവളെ തായ്ക്കൊണ്ടോ എന്ന് മുഴുവൻ പറയാൻ പോലും സമ്മതിക്കില്ല. പറ്റില്ലെന്ന് അച്ഛൻ തീർത്ത് പറയും. വൻസോ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ സമ്മതിക്കില്ല. സർജറി ഒക്കെ കഴിഞ്ഞ് മകൾ വീക്കായിരിക്കുമെന്ന് കരുതിയാണ് അച്ഛൻ തായ്ക്കൊണ്ടോയ്ക്കൊന്നും സമ്മതിക്കാത്തത്. വൻസോയുടെ അച്ഛൻ ഒരു തായ്ക്കൊണ്ടോ മാസ്റ്ററാണ്. ആൾ നാഷണൽ തായ്ക്കൊണ്ടോ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ഹാർട്ടിന് പ്രോബ്ലം വന്നേ പിന്നെ അച്ഛൻ വൻസോയെ പ്രാക്ടീസ് ചെയ്യാനൊന്നും സമ്മതിച്ചിട്ടില്ല. വൻസോ ഒരുപാട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അച്ഛൻ പെട്ടെന്ന് കരഞ്ഞിട്ട് പറയും, നിന്റെ അമ്മയും മുത്തശ്ശനും ഹാർട്ട് അറ്റാക്ക് കാരണമാണ് മരണപ്പെട്ടത്. എൻ്റെ ആകെയുള്ള മോൾക്കും ഈ അവസ്ഥയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ. ആ സീൻ അങ്ങനെ അവിടെ കട്ടാകും. അടുത്ത സീനിൽ നമ്മളെ യോങ്ചൻ എന്നൊരു പണക്കാരനായ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. ഈ മുത്തശ്ശനാണ് മരിച്ച ആളുടെ പാൻക്രിയാസ് വെച്ചിരിക്കുന്നത്. യോങ്ചൻ ഒരു വലിയ കൾട്ടിൻ്റെ ലീഡറാണ്. യോങ്ചന് നല്ല പ്രായമുള്ളത് കൊണ്ട് ഓൾറെഡി കുറേ സർജറീസും മറ്റുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാൻക്രിയാസ് മാറ്റിവെച്ചാലും പുള്ളിക്കാരന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. യോങ്ചൻ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്നാണ് ഒപ്പമുള്ളവർ വിചാരിക്കുന്നത്. യോങ്ചനിൻ്റെ മകളായ ചുൻഹ്വ അച്ഛൻ മരിച്ചിട്ട് പണവും സ്വത്തും എല്ലാം കൈക്കലാക്കാം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. യോങ്ചൻ ക്രിട്ടിക്കൽ കണ്ടീഷനിലായതുകൊണ്ട് അയാളുടെ കൾട്ടിലുള്ള കുറെ പെൺകുട്ടികൾ ബെഡിന് ചുറ്റും നിന്നുകൊണ്ട് അയാൾക്ക് വേണ്ടി വിചിത്രമായ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അയാൾ മരിക്കുന്നതും നോക്കിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോഴാണ് യോങ്ചൻ പെട്ടെന്ന് ബെഡിൽ ബോധത്തോടെ എണീറ്റിരിക്കുന്നത്. അയാൾക്ക് ആരോഗ്യമെല്ലാം തിരിച്ചു കിട്ടി. എനിക്ക് വിശക്കുന്നു എന്നാണ് അയാൾ ബോധത്തിലേക്ക് വന്നിട്ട് ആദ്യം പറയുന്നത്. യോങ്ചൻ ഇങ്ങനെ പെട്ടെന്ന് എണീറ്റിരിക്കുന്നത് കണ്ടപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം പേടിച്ചു പോകും. അവിടേക്ക് വന്ന് ഈ കാഴ്ച കണ്ടിട്ട് മകൾ ചുൻഹ്വായും ഷോക്കാകും. കാരണം അവളുടെ പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ. യോങ്ചനിൻ്റെ കയ്യിൽ ഇപ്പോൾ കറുത്ത നിറത്തിലുള്ള ഒരു ടാറ്റു ഉണ്ട്, വൻസോയുടെ ഇതുപോലെ തന്നെ, പക്ഷെ മറ്റൊരു ഷേപ്പിലാണതുള്ളത്. ആ സീൻ കട്ടായിട്ട് നെക്സ്റ്റ് സീനിൽ വൻസോയുടെ അച്ഛൻ്റെ തായ്ക്കൊണ്ടോ ക്ലാസ് ആണ് കാണിക്കുന്നത്. അവിടെ അത്യാവശ്യം കുറച്ച് കുട്ടികൾക്ക് അച്ഛൻ ക്ലാസ് എടുക്കുന്നുണ്ട്. താനും പ്രാക്ടീസ് ചെയ്തോട്ടെ എന്ന് വൻസോ ചോദിക്കുമ്പോൾ അച്ഛൻ അവളെ ഒന്ന് അനങ്ങാൻ കൂടി സമ്മതിക്കില്ല. എന്നിട്ട് അച്ഛൻ അവൾക്ക് കുറച്ച് പണം കൊടുത്തിട്ട് പോയി പുതിയൊരു ഷൂ വാങ്ങിക്കോ എന്ന് പറയും. ബാക്കി പൈസയ്ക്ക് ഫ്രണ്ട്സിനൊപ്പം പോയി ഫുഡും കഴിച്ചുകൊള്ളാൻ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ വന്ന ഒരാളെ കാണാൻ പോവുകയാണ്. അപ്പോൾ പണം വാങ്ങിയിട്ട് എനിക്കെന്തിനാ എവിടെ നിന്നാ ഫ്രണ്ട്സ് എന്ന് വൻസോ പിറുപിറുക്കുന്നുണ്ട്.
ഒരു കൊച്ചു പയ്യന് പഞ്ചിങ് ബാഗിൽ 50 തവണ കിക്ക് ചെയ്യാൻ പെനാൽറ്റി കിട്ടിയതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഭയങ്കര പതിയെ ഒട്ടും പവറില്ലാതെയാണ് കാലുകൊണ്ട് കിക്ക് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് വൻസോ ആ പയ്യൻ്റെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയാ കിക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ചെയ്ത് കാണിക്കുകയാണ്. വൻസോ ചെറുതായി ഒന്ന് കാലുപൊക്കി കറങ്ങി പഞ്ചിങ് ബാഗിലിട്ട് ഒരു കിക്ക് കൊടുത്തപ്പോഴേക്കും ആ ബാഗ് പൊട്ടിപ്പോകും. അവൾ വലിയ പവറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വൻസോ പെട്ടെന്ന് ഷോക്കാകും. തനിക്ക് വല്ല സൂപ്പർ പവറും കിട്ടിയോ എന്ന് അവൾ വിചാരിക്കും. അപ്പോൾ അവിടേക്ക് തിരിച്ചു വന്ന അച്ഛൻ കാണുന്നത് പൊട്ടിക്കിടക്കുന്ന ബാഗും അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന വൻസോയുമാണ്. നമ്മുടെ അക്കാഡമിയിൽ ഒരു സ്ട്രോങ് ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വൻസോ അപ്പോൾ തൊട്ടടുത്ത് നിന്ന് ആ പയ്യനെ കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അവൾ പുറത്തേക്ക് പോവുകയാണ്. തൻ്റെ കയ്യിലുള്ള ടാറ്റു അവളിങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്കൂളിൽ പോകുന്ന കുറച്ചു കുട്ടികൾ അവർ വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് പോകുന്ന വഴി വൻസോയെ അറിയാതെ വന്ന് മുട്ടും. എന്നിട്ട് അവർ സോറി പറഞ്ഞ് അവിടെ നിന്നും ചിരിച്ചു കളിച്ച് ഓടിപ്പോവുകയാണ്. അത് കണ്ട് വൻസോയ്ക്ക് സങ്കടം വരും. കാരണം അവളുടെ ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലം കാരണം ക്ലാസ്സിൽ പോകുന്നതൊന്നും മര്യാദയ്ക്ക് നടന്നിട്ടില്ല. അത് കാരണം അവൾക്ക് കൂട്ടുകാരുമില്ല. അവരിങ്ങനെ ഓടിക്കളിച്ച് പോകുന്നത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും സങ്കടമാകും. അപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് അച്ഛൻ്റെ മെസ്സേജ് വരുന്നത്. കൂട്ടുകാരെ കാണുമ്പോൾ ഓടരുത് എന്നായിരുന്നു അച്ഛൻ്റെ മെസ്സേജ്. അത് കാണുമ്പോൾ വൻസോ എന്നാലൊന്ന് ഓടി നോക്കിയാലോ എന്ന് വിചാരിക്കും. അവൾ വലിയ കയറ്റമുള്ള ഒരു റോഡിലേക്ക് വന്നിട്ട് ആ കയറ്റം ഓടിക്കയറാൻ തുടങ്ങും. അവൾക്ക് ആ കയറ്റം ഭയങ്കര സ്പീഡിൽ ഓടാൻ പറ്റും. ഫുഡ് ഡെലിവറിക്ക് പോയ ആളെ വരെ അവൾ ഓടി തോൽപ്പിക്കും. ഓടാൻ മാത്രമല്ല പൊങ്ങിച്ചാടി പറക്കാനുള്ള പവറും വൻസോയ്ക്കുണ്ട്. അവൾ ഈ പവർ യൂസ് ചെയ്യുന്നതനുസരിച്ച് ആ ടാറ്റുവിനും എന്തോ വ്യത്യാസം വരുന്നുണ്ട്. സർജറിക്ക് ശേഷം തനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും താൻ ഭയങ്കര സ്ട്രോങ് ആയെന്നും അവൾ തിരിച്ചറിയും. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായതുകൊണ്ട് വൻസോയുടെ പവേഴ്സ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര കൺട്രോളിൽ നിൽക്കില്ല. വൻസോ ഓടിച്ചെന്ന് ബ്രേക്ക് കിട്ടാതെ ഒരു വണ്ടിയിൽ പോയി ചെറുതായിട്ടൊന്ന് ഇടിക്കും. ജസ്റ്റ് അവളൊന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അവളുടെ പവർ കാരണം വണ്ടി പെട്ടെന്ന് മറിയാൻ തുടങ്ങും. വൻസോ പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി വണ്ടി മറിയാതെ പിടിച്ചു നിർത്തും. അത് കഴിഞ്ഞ് യോങ് ചെന്നെയാണ് കാണിക്കുന്നത്. അദ്ദേഹം ഫുഡ് കഴിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ് അയാൾ ഇത്രയും ഓയിലിയായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം മകൾ ചുൻഹ്വായും ഇരിപ്പുണ്ട്. അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. യോങ്ചൻ കൾട്ടിൻ്റെ ലീഡർ ആയത് കാരണം അയാൾക്ക് ഒരുപാട് അനുയായികളുണ്ട്. അവർ യോങ്ചനെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ചുൻഹ്വ അച്ഛൻ്റെ സർജറി നടത്തിയ ഡോക്ടറിനെ കാണുന്നതാണ്. എന്നിട്ട് അച്ഛൻ പഴയതിനേക്കാളും പൂർണ്ണ ആരോഗ്യവാനായ കാര്യം പറയും. പാൻക്രിയാസ് മാറ്റിവെച്ചാൽ ഇത്രയും എനർജി വരുമോ എന്ന് മകൾ ഡോക്ടറോട് ചോദിക്കുകയാണ്. ഡോക്ടർ പറയും താനും ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒരു പക്ഷേ ഇത് ആ ഡോണറിൻ്റെ എന്തെങ്കിലും കഴിവായിരിക്കുമോ എന്ന്. ചുൻഹ്വായും അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സീൻ കട്ടായി അടുത്ത സീനിൽ ജീസങ് എന്നൊരാളെ കാണിക്കുകയാണ്. അയാൾ വൻസോ അറിയാതെ എടുത്ത അവൾ അതിവേഗത്തിൽ ഓടുന്നതിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാൾ വൻസോയെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. വൻസോ ആണെങ്കിൽ അച്ഛനെ താൻ അടങ്ങിയിരുന്നോളാം എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അതിലൂടെ മുഴുവൻ തുള്ളിച്ചാടി നടക്കുകയാണ്. വൻസോ അങ്ങനെ വീണ്ടും ഒരു കയറ്റത്തിൽ പോയി നിന്നിട്ട് തൻ്റെ സൂപ്പർ പവർ പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ജീസങ് അവളെ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അയാൾ വൻസോയുടെ വീഡിയോയും എടുക്കാൻ നോക്കും. പക്ഷേ വൻസോ ഇത് കണ്ടിട്ട് അയാളെ കൈയോടെ പിടികൂടും. ജീസോങ്ങിൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് എന്തിനാ തന്നെ കുറച്ച് നാളായി ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് വൻസോ അയാളുടെ റിസ്റ്റിലും തൻ്റെ കയ്യിലുള്ളതുപോലത്തെ ടാറ്റു കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരിടത്ത് പോയിരുന്ന് സംസാരിക്കുകയാണ്. ജീസങ് പറയും ഈ അടുത്താണ് തൻ്റെ ലങ്സ് മാറ്റിവെച്ചത്, അതിനുശേഷം തനിക്കും ചില പവേഴ്സ് കിട്ടിയതുപോലെയാണെന്ന്. വൻസോ അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് പവറാണുള്ളതെന്ന് ചോദിക്കും. ജീസങ് അപ്പോൾ നല്ലതുപോലെ എയർ തൻ്റെ വായിലാക്കിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വിടും. അപ്പോൾ അവിടെ ഒരു ടെർണോഡ പോലെ വന്ന് സാധനങ്ങളെയും ആളുകളെയും ഒക്കെ പറപ്പിച്ചു കളയും. ജീസങ്ങിൻ്റെ പവർ അതാണ്. എന്നിട്ട് ജീസങ് പറയും നമുക്ക് ഓർഗൻസ് തന്ന ആൾ ഹാർട്ട്, ലിവർ, ലങ്സ്, പാൻക്രിയാസ്, കോർണിയ, കിഡ്നി അങ്ങനെ ടോട്ടൽ 6 ഓർഗൻസാണ് ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളെ കൂടാതെ സൂപ്പർ പവേഴ്സ് ഉള്ള മറ്റ് 4 പേര് കൂടി ഉണ്ടാകും. അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൂപ്പർ പവേഴ്സ് ഒക്കെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാകുമായിരിക്കുമെന്ന്. ആ സീൻ അവിടെ കട്ടാകും. അത് കഴിഞ്ഞ് നമ്മളെ കീഡോങ് എന്നൊരു ചെറുപ്പക്കാരനെ കാണിക്കുകയാണ്. കീഡോങ് ഒരു ഇലക്ട്രോണിക് കടയിൽ മസാജിങ് ചെയറിലിരുന്ന് റിലാക്സ് ചെയ്യുകയാണ്. അതൊക്കെ കഴിഞ്ഞ് എണീറ്റ് അയാൾ പെട്ടെന്ന് തൻ്റെ വിരൽ ഞൊടിച്ച് ആ കടയിലെ ഓൺ ആയിരുന്ന TV എല്ലാം ഓഫ് ചെയ്യും. എന്നിട്ട് വിരൽ ഞൊടിച്ച് സ്പീക്കറിൽ തനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഫുൾ വോളിയത്തിൽ വെക്കും. അതുപോലെ കീഡോങ് അവിടെയുള്ള ബാക്കി ക്യാമറാസും ഡ്രോണും ഒക്കെ തോന്നിയതുപോലെ കൺട്രോൾ ചെയ്യും. എന്നിട്ട് അതിന് നടുവിലൂടെ സ്റ്റൈലായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കടക്കാരാണെങ്കിൽ ഇതെന്താ നടക്കുന്നത് എന്ന് വിചാരിച്ച് ടെൻഷൻ ആവുകയാണ്. ഈ കീഡോങ് ആണ് ഓർഗൻ കിട്ടിയ അടുത്ത ആൾ. അയാൾക്ക് കോർണിയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അറ്റ്മോസ്ഫിയറിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കീഡോങ്ങിനെ കാണാനും കൺട്രോൾ ചെയ്യാനും പറ്റും. ലൈറ്റ്സും മ്യൂസിക്കും ഒക്കെ അവന് ഒറ്റ വിരൽ ഞൊടിക്കുന്നതിലൂടെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. താൻ പോകുന്ന വഴിയിലുള്ള മിക്ക ഇലക്ട്രോണിക് സംവിധാനങ്ങളും അവൻ തൻ്റെ ആവശ്യത്തിന് കൺട്രോൾ ചെയ്യും. കീഡോങ് അങ്ങനെ ഒരു ഗെയിം സെൻറ്ററിൽ കയറി തൻ്റെ പവർ ഉപയോഗിച്ച് ഗെയിമിൽ അടുപ്പിച്ച് കുറേ തവണ ജാക്ക് പോട്ട് ഹിറ്റ് ചെയ്ത് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ക്യാഷ് കൊണ്ട് അവൻ ഒരുപാട് ലാവിഷായിട്ടാണ് ജീവിക്കുന്നത്. അത്
കഴിഞ്ഞ് നമ്മളെ ഒരു സ്പോർട്സ് കോമ്പറ്റീഷൻ നടക്കുന്നത് കാണിക്കുകയാണ്. അത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നടത്തിയവരും ഫാമിലീസും പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. അവിടെ നമ്മുടെ വൻസോൻ ജി സംഘമുണ്ട്. വൻസോ റിലേയിൽ പങ്കെടുക്കും. പുള്ളിക്കാരി തന്നെ ഫസ്റ്റ് അടിക്കുകയും ചെയ്യും. അവളുടെ ഓട്ടം കണ്ട് എല്ലാവരും ഷോക്കായി പോകും. അങ്ങനെ റിലേ എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരു ലേഡി വരും. അവർ ഫ്രഷ് യോഗട്ടും അതുപോലത്തെ സാധനങ്ങളും വിൽക്കുന്ന ആളാണ്. ഉന്തുവണ്ടി പോലത്തെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയിലാണ് അവരിതൊക്കെ സെല്ല് ചെയ്യുന്നത്. സൊന്യോ എന്നാണ് അവരുടെ പേര്. ഇത് ഹെൽത്തി ഡ്രിങ്ക് ആണ്, കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സൊന്യോ അവർക്ക് രണ്ടുപേർക്കും യോഗട്ട് കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് പറയും, തൻ്റെ കിഡ്നി മാറ്റി വെച്ചത് കഴിഞ്ഞ ദിവസമാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ ഡ്രിങ്ക് ഒരെണ്ണം കുടിച്ചപ്പോൾ എൻ്റെ ആരോഗ്യമെല്ലാം ഓക്കെ ആയി. അതുകൊണ്ട് നിങ്ങളും ഇത് കുടിച്ചോ, നല്ല ആരോഗ്യം വരുമെന്ന്. അത് കേൾക്കുമ്പോൾ ജീസങ് സൊന്യോയോട് കൈ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിക്കും. ആ ലേഡി പറഞ്ഞ കാര്യം കേട്ടിട്ട് ഇനി പവർ കിട്ടിയ അടുത്ത ആൾ ഇവരാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ജീസങ് കൈ കാണിക്കാൻ പറഞ്ഞത്. സൊന്യോ കൈ കാണിച്ചു കൊടുക്കും. പക്ഷേ ആ കയ്യിൽ ടാറ്റു ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റേ കൈയും കാണിക്കാൻ ജീസങ് പറയും. ആ കയ്യിലും ടാറ്റു ഇല്ലായിരുന്നു. അപ്പോൾ സൊന്യോയ്ക്കല്ല പവർ കിട്ടിയത് എന്ന് വൻസോയ്ക്കും ജീസങ്ങിനും ബോധ്യമാകും. സൊന്യോ എന്നിട്ട് കൂടുതൽ ഡ്രിങ്ക്സ് വണ്ടിയുടെ താഴെ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ട് വൻസോയും ജീസങ്ങും ഷോക്കാകും. ആ സ്ത്രീ അങ്ങനെ കുനിഞ്ഞപ്പോൾ അവരുടെ ടോപ്പ് കുറച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നടുഭാഗത്തായിട്ട് ഒരു ടാറ്റു കാണാം. സൊന്യോ തന്നെയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത അടുത്ത ആൾ. വൻസോയും ജീസങ്ങും ആ ടാറ്റുവിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം അവരെ 3 പേരും കീഡോങ് അവിടെ ദൂരെ നിന്നും നിരീക്ഷിക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് സീനിൽ വൻസോയും ജീസങ്ങും സൊന്യോയും കൂടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ചവർ കാര്യങ്ങളെല്ലാം സൊന്യോയോട് പറയും. തങ്ങളുടെ പവേഴ്സും അവർ ആ ലേഡിക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് സൊന്യോയുടെ പവർ എന്താണെന്ന് ചോദിക്കും. പക്ഷേ ആ ലേഡിക്ക് തൻ്റെ പവർ എന്താണെന്ന് അറിയില്ല. സൊന്യോ തൻ്റെ പവേഴ്സ് ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടില്ല. സർജറിക്ക് ശേഷം തൻ്റെ സ്കിൻ ഒരുപാട് നന്നായി എന്ന് ആളുകൾ പറഞ്ഞു. കുറേ പൂവാലന്മാർ തൻ്റെ നമ്പറൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഇനി എനിക്ക് സൗന്ദര്യം കൂടുന്ന സൂപ്പർ പവർ എങ്ങാനുമാണോ കിട്ടിയിരിക്കുന്നതെന്ന് സൊന്യോ നാണത്തോട് ചോദിക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വൻസോയും ജീസങ്ങും വണ്ടറടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സൂപ്പർ പവർ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഓർഗൻസ് കിട്ടിയ ബാക്കിയുള്ള ആളുകളെ കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കുമെന്ന് ജീസങ് പറയും. അപ്പോഴാണ് അവിടേക്ക് വിരൽ ഞൊടിച്ച് ലൈറ്റ്സ് ഒക്കെ പബ്ബ് പോലെ മിന്നിച്ചുകൊണ്ട് ഒരു അടിപൊളി പാട്ടുമിട്ട് കീഡോങ് സ്റ്റൈലായിട്ട് എൻട്രി ആകുന്നത്. അവർ 3 പേരും ലൈറ്റ്സ് ഇങ്ങനെ മിന്നുന്നതും പാട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി പ്ലേ ആകുന്നതും കണ്ടിട്ട് ഇതെന്താ സംഭവമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കീഡോങ് വന്ന ഉടനെ തന്നെ അവർ 3 പേരുടെ ഫോൺസ് കൺട്രോൾ ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറയാനായിട്ട് തുടങ്ങും. വൻസോ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്നും അവളുടെ ഫ്യൂച്ചർ ഡ്രീം ഡോ ക്യോങ് സോ എന്ന സെലിബ്രിറ്റിയെ കല്യാണം കഴിക്കണം എന്നാണെന്നെല്ലാം കീഡോങ് ഫോൺ വഴി കണ്ടുപിടിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് കീഡോങ് ഡോ ക്യോങ് സോ ബാങ്ടൺ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. വൻസോ അപ്പോൾ അല്ല, എക്സ ഗ്രൂപ്പ് ആണെന്ന് തിരുത്തി പറയും. അത് കഴിഞ്ഞ് സൊന്യോയുടെ കാര്യം പറയുകയാണ്. അവർക്ക് 75 വയസ്സാണെന്നും ജോലിയും ഒക്കെ കറക്റ്റായിട്ട് പറയും. എന്നിട്ട് സൊന്യോയെ സുഖിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സിംഗിൾ ആണോ, നിങ്ങൾക്ക് ഒരുപാട് പ്രായമൊന്നും പറയില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സൊന്യോ ആണെങ്കിൽ അത് കേട്ടങ്ങ് മയങ്ങിപ്പോകും. അത് കഴിഞ്ഞ് ജീസങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങും. കീഡോങ് അയാളുടെ ഒക്യുപ്പേഷൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ജീസങ് അയാളെ തടയും. തൻ്റെ ജോലി മറ്റാരും അറിയരുതെന്ന് ജീസങ്ങിന് ഉള്ളതുപോലെ. എന്നിട്ട് കീഡോങ് സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. തനിക്കാണ് കോർണിയ മാറ്റിവെച്ചതെന്ന് അവരെല്ലാവരോടും പറയും. ഈ ടാറ്റു ഉള്ളവരുടെ അടുത്തെത്തി കഴിഞ്ഞാൽ കീഡോങ്ങിന് അത് തിളങ്ങുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അവൻ ഇവരെ കണ്ടുപിടിച്ചത്. തൻ്റെ സൂപ്പർ പവറും അവൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അത് കണ്ട് വൻസോയും സൊന്യോയും ഇംപ്രസ് ആകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജീസങ്ങിന് കീഡോങ്ങിനോട് നല്ല അസൂയ തോന്നും. സൊന്യോ എന്നിട്ട് പറയും, കീഡോങ്ങിനെ നമുക്ക് നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ ആക്കാമെന്ന്. അത് ജീസങ്ങിന് ഒട്ടും പിടിക്കില്ല. ഇവൻ ആളുകളുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്ത് അവരുടെ പ്രൈവസിയിലൊക്കെ കടന്നു കയറുന്നുണ്ട്. അത് തെറ്റാണ്. അതുകൊണ്ട് ഇവനെ ക്യാപ്റ്റൻ ആക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിലും ക്യാപ്റ്റനെ തീരുമാനിക്കാൻ ഇത് പട്ടാള ക്യാമ്പ് വല്ലതുമാണെന്ന് അയാൾ പുച്ഛത്തോടെ ചോദിക്കും. അപ്പോൾ വൻസോ അതിലിടപെടും. വൻസോയും ജീസങ്ങും കൂടി ഓരോന്ന് പറഞ്ഞ് അത് ജീസങ്ങിന് ജോലി വരെ എത്തും. അപ്പോൾ ജീസങ് താനൊരു റൈറ്ററാണ്, താൻ സ്ക്രീൻ പ്ലേകൾ എഴുതുന്നുണ്ടെന്ന് പറയും. ആ സംസാരം പിന്നീട് ജീസങ്ങും കീഡോങ്ങും തമ്മിലാകും. 1ഉം 2ഉം പറഞ്ഞു തുടങ്ങി അത് പിന്നീട് അവർ തമ്മിൽ പ്രായം കുറവ് ആർക്കാണ് എന്നുള്ള തർക്കത്തിൽ വരെ എത്തും. കീഡോങ്ങിനും ജീസങ്ങിനും പരസ്പരം തീരെ ഇഷ്ടമല്ല. അപ്പോൾ സൊന്യോ ഇടപെട്ടിട്ട് പറയും, നമുക്ക് പുതിയൊരു ലൈഫ് കിട്ടിയതല്ലേ, നമുക്കിനി ഒരു കുടുംബം പോലെ കഴിയാമെന്ന്. അത് കേട്ടിട്ട് ജീസങ് അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. ആ സീൻ അവിടെ കട്ടാകും. അത് കഴിഞ്ഞ് യോങ്ചൻ മുത്തശ്ശനെ കാണിക്കുകയാണ്. യോങ്ചൻ അയാളുടെ കൾട്ടിൻ്റെ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ കൾട്ടിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയുള്ള എൻട്രിയും മറ്റുമൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. തന്നെ രൂപത്തിലുള്ള 4-5 ഭീമാകാരൻ പ്രതിമകളുടെ ഇടയിലൂടെ ഒരു ദൈവത്തെ പോലെ കിരീടമൊക്കെ ധരിച്ചാണ് അയാളുടെ എൻട്രി. അവിടെയുള്ള ആളുകളും അയാളുടെ ഫോളോവേഴ്സും ഒക്കെ അയാളെ ന്യൂ ഗോഡ് എന്നാണ് വിളിക്കുന്നത്. ഈ സമയം യോങ്ചനെ കാണാൻ അയാളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പ്രോപ്പർട്ടിയുടെ സെയിലിൻ്റെ കാര്യവും മറ്റുമൊക്കെ സംസാരിക്കാനാണ് ഫ്രണ്ട് വന്നത്. യോങ്ചൻ്റെ മകൾ ചുൻഹ്വായോട് അച്ഛൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട കാര്യമൊക്കെ സംസാരിച്ചിട്ട് ഫ്രണ്ട് യോങ്ചൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് സെയിലിനെ കുറിച്ച് സംസാരിക്കും. പക്ഷേ യോങ്ചന് അതിനോട് വലിയ താല്പര്യമില്ല.
ഫ്രണ്ട് പ്രോപ്പർട്ടി തട്ടിയെടുക്കാനാണ് നോക്കുന്നതെന്നൊക്കെ അയാൾ പറയും. അങ്ങനെ അവർ തമ്മിൽ വഴക്കാകും. അത് കയ്യാങ്കളിയിലേക്ക് എത്തും. വഴക്കിനിടയിൽ യോങ്ചൻ ഫ്രണ്ടിന്റെ കഴുത്തിൽ മുറുകെ പിടിക്കുമ്പോൾ ഫ്രണ്ടിന്റെ ശരീരം പെട്ടെന്ന് വീക്കായി പോകും. അയാൾക്ക് വാർദ്ധക്യം വന്ന് മുടി നരയ്ക്കാനും മുഖമൊക്കെ ചുക്കിച്ചുളിയാനും തുടങ്ങും. സെയിം ടൈം യോങ്ചന്റെ മുഖത്ത് ചുളിവുകളൊക്കെ കുറയും. അയാളുടെ ഹെൽത്ത് ഒന്നുകൂടെ ബെറ്റർ ആകും. പ്രായം കുറച്ച് കുറഞ്ഞതുപോലെ. ഫ്രണ്ട് പെട്ടെന്ന് തന്നെ വൃദ്ധനായി മരിച്ചു പോകും. യോങ്ചൻ ഇത് കണ്ടൊന്ന് ഷോക്കായി പോകും. മകളും നടന്ന കാര്യം കണ്ട് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് യോങ്ചന്റെ അനുയായികൾ വന്ന് ഫ്രണ്ടിന്റെ ബോഡി അവിടെ നിന്നും എടുത്തുകൊണ്ടുപോകും. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് തനിക്കെന്തോ പവർ കിട്ടിയിട്ടുണ്ടെന്നും തന്റെ കയ്യിലെ ടാറ്റു അതുമായി ബന്ധപ്പെട്ടതാണെന്നും യോങ്ചന് മനസ്സിലാകും. അയാൾ എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിയുടെ അടുത്തേക്ക് ചെന്ന് അതിന്റെ തണ്ടിൽ പിടിക്കും. അപ്പോൾ ആ ചെടിയും പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകും. തനിക്കൊരു സൂപ്പർ പവർ ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യമാകും. മറ്റുള്ള ആളുകളുടെ യുവത്വം തന്നിലേക്ക് എടുത്ത് അവരെ കൊല്ലാനുള്ള പവറാണ് യോങ്ചനുള്ളത്. ആ പവർ യൂസ് ചെയ്യുമ്പോൾ അയാളും ചെറുപ്പമായി മാറും. അത് കഴിഞ്ഞ് നമ്മളെ ഒരു ഫാക്ടറിയാണ് കാണിക്കുന്നത്. അത് യോങ്ചന്റെ അണ്ടറിൽ തന്നെയുള്ള ഒരു ഫാക്ടറി ആയിരുന്നു. യാക്സോൺ അവിടുത്തെ ഒരു ഫാക്ടറി മാനേജറാണ്. ആ ഫാക്ടറിയിൽ പ്രോപ്പർ സേഫ്റ്റി മെഷേഴ്സൊക്കെ കുറവാണ്. കൂടാതെ യാക്സോൺ വർക്കേഴ്സിനെ സ്ട്രിക്റ്റ് ആയിട്ട് ജോലിയും ചെയ്യിക്കുന്നുണ്ട്. യാക്സോൺ യോങ്ചന്റെ വലിയൊരു ഫോളോവറുമാണ്. അങ്ങനെ ആ ഫാക്ടറിയിലെ ജോലി നടക്കുമ്പോഴാണ് അവിടെ ഒരാൾ താഴെ വീണ് അപകടം പറ്റുന്നത്. യാക്സോൺ അപ്പോൾ അവിടേക്ക് വന്ന് അയാളുടെ ദേഹത്ത് കൈവയ്ക്കുകയാണ്. യാക്സോണിന്റെ റിസ്റ്റിലും ഒരു ടാറ്റു ഉണ്ടായിരുന്നു. യാക്സോൺ പരിക്കേറ്റ ആളുടെ ദേഹത്ത് കൈവച്ച് അയാളുടെ പരിക്ക് ഹീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ യാക്സോന്റെ ഹെയർ ഒക്കെ കുറച്ച് ഭാഗം ഗ്രേ ആകുന്നുണ്ട്. അയാളുടെ സ്വന്തം ബോഡിയിലും വേദന അനുഭവപ്പെടും. അങ്ങനെ ആ ആക്സിഡന്റ് പറ്റിയ ആൾ ഓക്കെ ആകും. അപ്പോൾ യാക്സൺ ഓടിപ്പോയി കുറെ വെള്ളം കുടിക്കുകയാണ്. അപ്പോഴാണ് അയാൾ പഴയതുപോലെ നോർമൽ ആകുന്നത്. ഈ യാക്സനാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നടത്തിയ അവസാനത്തെ ആൾ. അയാളുടെ ലിവറാണ് മാറ്റിവെച്ചത്. മറ്റുള്ളവരുടെ മുറിവുകൾ ഭേദമാക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ട്. പക്ഷെ അങ്ങനെ മുറിവ് ഭേദമാക്കി കഴിഞ്ഞ ഉടനെ തന്നെ കുറെ വെള്ളം കുടിക്കണം. എങ്കിലേ യാക്സൻ പഴയതുപോലെ ഓക്കെ ആവുകയുള്ളൂ. സീൻ ഷിഫ്റ്റായിട്ട് അടുത്തത് ചുൻഹ്വായെയും ഡോക്ടറിനെയുമാണ് കാണിക്കുന്നത്. തൻ്റെ അച്ഛൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവൾ ഡോക്ടറിനോട് പറഞ്ഞു കൊടുക്കും. ഓർഗൻ ഡോണറിന് എന്തെങ്കിലും സവിശേഷത കാണുമെന്നാണ് ഡോക്ടർ അപ്പോഴും പറയുന്നത്. ചുൻഹ്വായും അത് ശരിവയ്ക്കും. അതുകൊണ്ട് ഓർഗൻസ് കിട്ടിയ ബാക്കിയുള്ളവരെയും കണ്ടുപിടിക്കാൻ ചുൻഹ്വ തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ വൻസോയും ജീസങ്ങിനെയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ഒരു ഗ്രൗണ്ടിലിരുന്ന് ജീസങ്ങിന്റെ കാറ്റൂതാനുള്ള പവർ ഉപയോഗിച്ച് ഫ്ലൂട്ട് വായിച്ചു കളിക്കുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവസാനം ജീസങ് അറിയാതെ തുമ്മിപ്പോകും. വൻസോ ആണെങ്കിൽ അങ്ങ് ദൂരേക്ക് തെറിച്ചും പോകും. അവൾ എന്നിട്ട് ദേഹത്തെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് എണീറ്റ് വരും. എന്നിട്ട് രണ്ടുപേരും കൂടി അവിടെ പോയിരിക്കുകയാണ്. കീഡോങ്ങും സൊന്യയും വരാനാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് പവർ കിട്ടിയതുപോലെ പവർ കിട്ടിയിട്ടുള്ള ഒരാൾ വില്ലനായിരിക്കും. അയാളെ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് ജീസങ് പറയും. അയാൾ വില്ലനാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് വൻസോ അപ്പോൾ സംശയത്തോടെ ചോദിക്കും. ജീസങ് പറയും അതൊക്കെ നമുക്ക് കറക്റ്റ് സമയത്ത് മനസ്സിലായിക്കോളും. എന്നിട്ട് കൈഞ്ഞൊടിച്ച് കാണിച്ചുകൊണ്ട് പറയും ആ ചെറുക്കൻ ഒരു വില്ലനാണെന്നാണ് തനിക്ക് തോന്നുന്നത് എന്ന്. അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സൊന്യ യോഗട്ട് വണ്ടിയും കൊണ്ടുവരും. എന്നിട്ട് അവർ ഞാൻ എൻ്റെ പവർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് 3-4 യോഗട്ട് എടുത്ത് അതിലേക്ക് കറക്റ്റായിട്ട് സ്ട്രോ എറിഞ്ഞ് വീഴ്ത്തി കാണിക്കും. ജീസങ്ങും വൻസോയും ഇതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. അവർ യോഗട്ട് എടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തനിക്കിനി പവറൊന്നും കാണില്ലായിരിക്കുമെന്ന് സൊന്യ വിഷമത്തോടെ പറയുകയാണ്. വൻസോ അപ്പോൾ ചോദിക്കും സൂപ്പർ പവറൊക്കെ കിട്ടിയിട്ട് എന്തിനാണെന്ന്. സൊന്യു പറയും അത് തനിക്ക് ഒരു ഹീറോയെ പോലെ ആളുകളെ രക്ഷിക്കാമല്ലോ എന്ന്. ജീസങ് അപ്പോൾ പറയും സൂപ്പർ പവേഴ്സ് ഉള്ള എല്ലാവരും ഹീറോസ് അല്ല എന്ന്. ജീസങ് എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യോഗട്ട് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ടിട്ട് സൊന്യു പറയും ഇങ്ങനെ കുടിച്ചാൽ വയറ് ചീത്തയാകും, ഇനി കുടിക്കരുത് എന്ന്. പക്ഷെ പുള്ളി അതൊന്നും കേൾക്കുന്നില്ല. ജീസങ് കീഡോങ് ഇതുവരെ വരാത്തത് കൊണ്ട് അവനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ 4 പേരും കൂടി ഉണ്ടാക്കിയ ഗ്രൂപ്പിലേക്ക് കീഡോങ്ങിന്റെ മെസ്സേജ് വരുന്നത്. പ്ലീസ് എന്നെ രക്ഷിക്കണേ എന്നാണ് മെസ്സേജ്. അത് കഴിഞ്ഞ് നമ്മളെ കീഡോങ്ങിനെ കാണിക്കുകയാണ്. അവനെ കുറെ ആൾക്കാർ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നും കഴിഞ്ഞൊടിച്ച് ഒരു തരത്തിലാണ് അവന് മെസ്സേജൊക്കെ അയക്കുന്നത്. ലൊക്കേഷനും ഷെയർ ചെയ്യും. കീഡോങ്ങിനെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അവൻ ഗെയിം സെന്ററിൽ കയറി തൻ്റെ പവർ ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് 11 തവണ ജാക്ക്പോട്ട് അടിച്ചു. അത് കാരണം ഗെയിം സെന്ററിന് വലിയ നഷ്ടമുണ്ടായി. ആ പൈസ മുഴുവൻ വെച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാണ് അതിൻ്റെ ആളുകൾ അവനെ അവിടെ പൂട്ടി വെച്ചിരിക്കുന്നത്. അവരിൽ മെയിനായിട്ടുള്ള ഗുണ്ട വന്നിട്ട് ചോദിക്കും നീ എങ്ങനെ 11 തവണ വിൻ ചെയ്തേ? നീ ജാക്ക്പോട്ട് അടിക്കുമ്പോഴെല്ലാം വിരൽ ഞൊടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. വിരൽ ഞൊടിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ നീ എന്താ പീക്കാച്ചു ആണോ എന്ന്. അപ്പോൾ അവൻ അവരോട് അത് തൻ്റെ സൂപ്പർ പവർ ആണെന്ന് സത്യം പറയും. പക്ഷെ അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ഞങ്ങളുടെ ബോസിനെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് മെയിൻ ഗുണ്ട മെസ്സേജ് അയക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ കതകം തള്ളി തുറന്നുകൊണ്ട് ജീസങ് അവിടേക്ക് വരികയാണ്. ജീസങ് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നേരെ കീഡോങ്ങിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. കീഡോങ് ആണെങ്കിൽ വേഗം വാ എന്നിട്ട് തന്നെ രക്ഷിക്കുക എന്നുള്ള രീതിയിൽ ആശ്വാസത്തോടെ ജീസങ്ങിനെ നോക്കുകയാണ്. അപ്പോൾ ജീസങ് കീഡോങ്ങിൻ്റെ അടുത്തേക്ക് നേരെ നടന്നു വന്നിട്ട് നേരെ അവിടുത്തെ ബാത്റൂമിലേക്ക് കയറും. ഉള്ള യോഗട്ട് മുഴുവൻ കുടിച്ചിട്ട് അയാളുടെ വയറ് ചീത്തയായിട്ടുണ്ടായിരുന്നു. അതാണ് ഓടി ബാത്റൂമിലേക്ക് പോയത്. അപ്പോൾ അവിടേക്ക് വൻസോയും സൊന്യോയും കൂടി വരും. എന്നിട്ട് കീഡോങ്ങിനെ വിടണമെന്ന് അവരോട് പറയുകയാണ്. പക്ഷെ ഗുണ്ടകൾ അതിന് തയ്യാറാകില്ല. കീഡോങ് ഒരുപാട് നാശ
നാശനഷ്ടമുണ്ടാക്കി അതെല്ലാം ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് ഗുണ്ടകൾ തീർത്തു പറയും. അപ്പോഴേക്കും ജീസങ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അയാൾ ഇതെല്ലാം കേട്ടിട്ട് പറയും, ഡാമേജ് ഉണ്ടാക്കിയ ആൾ അതെല്ലാം തീർക്കുന്നതാണ് ന്യായം. നീ കുറച്ച് വഴക്കൊക്കെ കേൾക്കണം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് വഴക്കൊക്കെ കേട്ടിട്ട് ഒരു നല്ല മനുഷ്യനായിട്ട് നീ പതിയെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നേരെ എന്ന് ജീസങ് കീഡോങ്ങിനോട് പറയുകയാണ്. സൊന്യോ ആണെങ്കിൽ യോഗട്ടിൽ സ്ട്രോ ഇടുന്ന തൻ്റെ ട്രിക്കൊക്കെ കാണിച്ചിട്ട് അവർക്ക് യോഗട്ട് കൊടുക്കാം, പകരം കീഡോങ്ങിനെ വിടണം എന്നൊക്കെ പറയുമെങ്കിലും അവരാരും അതൊന്നും കേൾക്കില്ല. അപ്പോൾ വൻസോയ്ക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് അവൾ യോഗോട്ടിലെ സ്ട്രോ എടുത്ത് ജീസങ്ങിന്റെ മൂക്കിനിട്ട് ഒരു കുത്തു വെച്ചു കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ജീസങ് തുമ്മും. അതിന്റെ പവർ കാരണം എല്ലാവരും പറന്നു പോകും. ഇത് ചാൻസ് ആയി എടുത്ത് 3 പേരും കൂടി കീഡോങ്ങിനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടുകയാണ്. പക്ഷേ ആ ഗുണ്ടകൾ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. ഈ സമയം അവരെ 4 പേരെയും പിടിക്കാനായിട്ട് ചുൻഹായുടെ ആളുകളും അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഗുണ്ടകളും ചുൻഹായുടെ ആളുകളും കാറുകളിലാണ് അവരെ ഓടിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹീറോസിന്റെ കയ്യിൽ വേഗത്തിൽ രക്ഷപ്പെടാൻ ആകെയുള്ള വാഹനം എന്ന് പറയുന്നത് സൊന്യോയുടെ യോഗട്ട് വണ്ടി മാത്രമാണ്. സൊന്യോ അതിൽ കയറി സ്റ്റാർട്ട് ചെയ്യും. അതിന് വലിയ സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് വൻസോ തന്റെ പവർ കൊണ്ട് അത് സ്പീഡിൽ തള്ളും. ജീസങ്ങും കീടങ്ങും കൂടി തല്ലുകൂടി അതിലെങ്ങനെയൊക്കെ വലിഞ്ഞു കയറും. ജീസങ് അതിന്റെ മുകളിലും കീടങ് ഫ്രണ്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയുമാണ്. അവരുടെ ആ യോഗട്ട് വണ്ടി ഇറക്കത്തിലൂടെ പോവുകയാണിപ്പോൾ. ഒരു തരത്തിലാണ് അതിലെല്ലാവരും അള്ളിപ്പിടിച്ചു കിടക്കുന്നത്. ആ കുഞ്ഞു വണ്ടിയും കൊണ്ട് വൻസോ വളവൊക്കെ ഡ്രിഫ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ കീടങ് അറിയാതെ തന്റെ വിരൽ ഞൊടിച്ചു പോകും. അതുകൊണ്ട് ആ സ്ഥലത്തെ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലും സെയിം പാട്ട് പ്ലേ ആകാൻ തുടങ്ങും. ഇനി ഈ ചേസ് മുഴുവൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് നടക്കുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു റോക്ക് മ്യൂസിക് പ്ലേ ആകുന്നു. അതോടൊപ്പം ഈ ജീവൻ മരണ ചേസും. അങ്ങനെ അവർ തെന്നിത്തെറിച്ച് ഒരു മെയിൻ റോഡിലേക്ക് എത്തും. വൻസോയും ടീമും റോഡിലെ വണ്ടികളിൽ ചെന്ന് ഇടിക്കേണ്ടതായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് കീടങ് തന്റെ പവർ ഉപയോഗിച്ച് ട്രാഫിക് ലൈറ്റ് ചേഞ്ച് ചെയ്ത് റെഡാക്കി വണ്ടിയെല്ലാം സ്റ്റോപ്പ് ആക്കിയതുകൊണ്ട് അവർ സേഫായിട്ട് റോഡ് ക്രോസ് ചെയ്തു പോകും. അത് കഴിഞ്ഞ് വീണ്ടും ചേസ് തുടരുകയാണ്. ഇടയ്ക്ക് വെച്ച് വൻസോയ്ക്ക് അച്ഛൻ്റെ കോൾ വരും. അത് കണ്ടിട്ട് ശ്രദ്ധ മാറി യോഗട്ട് വണ്ടി ഒരു വഴിക്കും വൻസോ മറ്റൊരു വഴിക്കുമായി പോകും. വണ്ടി ഇപ്പോൾ കൺട്രോൾ ഇല്ലാതെ പോവുകയാണ്. വണ്ടി അങ്ങനെ കറക്റ്റ് ഒരിടത്ത് ഇടിക്കാൻ പോയതും വൻസോ ചാടി പറന്നു വന്ന് വണ്ടിയുടെ കൺട്രോൾ എടുത്ത് എല്ലാവരും രക്ഷിക്കും. പക്ഷേ ഗുണ്ടകളും ചുൻഹായുടെ ആളുകളും ഇപ്പോഴും അവരെ പിന്തുടരുകയാണ്. അപ്പോൾ ജീസങ്ങും കീടങ്ങും കൂടി വണ്ടിയിലുണ്ടായിരുന്ന യോഗട്ട് എല്ലാം കൂടി എടുത്ത് ഗുണ്ടകളുടെ വണ്ടിയിലേക്ക് എറിയാൻ തുടങ്ങും. ഈ യോഗട്ട് എല്ലാം ഗുണ്ടകളുടെ വണ്ടിയിലായി. അവർക്കൊന്നും കാണാൻ പറ്റാതെ അവർ വഴിതെറ്റിപ്പോകും. ഈ നടക്കുന്നതെല്ലാം പിന്നാലെ വരികയായിരുന്ന ചുൻഹായുടെ ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വണ്ടിയുടെ ഗ്ലാസ്സിലേക്കും യോഗട്ട് വീണ് അവരും വഴിതെറ്റി മറ്റൊരു വഴിക്ക് പോകും. അങ്ങനെ ഗുണ്ടകളുടെ ശല്യം ഒഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലിരിക്കുകയായിരുന്നു നമ്മുടെ ഹീറോസ്. അപ്പോഴാണ് കീടങ് മുന്നിലോട്ട് നോക്കിയിട്ട് സ്റ്റോപ്പ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത്. വൻസോ പെട്ടെന്ന് തന്നെ വണ്ടി ചവിട്ടി നിർത്തും. നെക്സ്റ്റ് സീനിൽ നമ്മളെ കാണിക്കുന്നത് 4 പേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് പറന്നു വരുന്നതാണ്. എന്നിട്ട് കീടങ് ഒന്നും പറ്റാത്തതുപോലെ 4 പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ ഷോപ്പിന് വെളിയിലേക്ക് ഇറങ്ങും. ജീസങ് കീടങ്ങിനോട് പറയും, നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന്. നീ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഹാക്കൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ കീടങ് ജീസങ്ങിനെ പുച്ഛിച്ചുകൊണ്ട് പറയും, ഞാൻ ഹാക്ക് ചെയ്യുന്നതിനാ കുഴപ്പം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നീതിയും ന്യായവും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? സ്വന്തം കൂട്ടുകാരൻ്റെ റൈറ്റിംഗ് കട്ടെടുത്തു. ആ നിങ്ങളാണോ എന്നോട് നീതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന്. അത് കേട്ട് ജീസങ് ചോദിക്കും, നീ എൻ്റെ ഫോണും ഹാക്ക് ചെയ്തുവല്ലേ എന്ന്. കീടങ് അതേ എന്ന് പറയും. ദേഷ്യം വന്ന ജീസങ് അവനെ കുറെ ചീത്ത പറയും. വൻസോ അപ്പോൾ അയാളെ തടയുന്നുണ്ട്. കീടങ്ങിനെ സൊന്യോയും തടയും. പക്ഷെ കീടങ് ജീസങ്ങിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങും. ഓൺലൈനിൽ ഫേക്ക് റിവ്യൂസ് ഇട്ടതിന് നിങ്ങൾ ഒരുപാട് തവണ പിടിക്കപ്പെട്ടിട്ടില്ലേ എന്നവൻ ചോദിക്കും. നിങ്ങൾ ഫ്രണ്ടിൻ്റെ തന്നെ റൈറ്റിംഗ് മോഷ്ടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലേ എന്ന് കീടങ് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന ജീസങ് അവനിട്ട് ഒരു തല്ല് വെച്ച് കൊടുക്കും. കീടങ്ങിന് അപ്പോൾ ദേഷ്യമാകും. അവൻ കൈഞ്ഞൊടിച്ച് ജീസങ്ങിൻ്റെ ഫോൺ കൺട്രോൾ ചെയ്ത് അയാൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പകുതി പൈസ കളയും. എന്നിട്ട് പറയും, നിങ്ങളുണ്ടാക്കിയ കടം വീട്ടാൻ നിങ്ങളുടെ അമ്മ തുച്ഛമായ പണത്തിന് മറ്റൊരു വീട്ടിൽ അടുക്കളപ്പണിക്ക് നിൽക്കുകയല്ലേ. ഒന്നിനും കൊള്ളാത്ത നിനക്ക് പോയി മരിച്ചുകൂടെയെന്ന്. അത് കേൾക്കുമ്പോൾ സൊന്യോയ്ക്ക് പെട്ടെന്ന് ഫീലാകും. എന്നിട്ട് നിന്റെ നാവ് ശ്രദ്ധിക്കണമെന്ന് കീടങ്ങിനോട് ദേഷ്യത്തിൽ പറയും. എന്നിട്ട് സൊന്യോ ജീസങ്ങിനെ ആശ്വസിപ്പിക്കാൻ ചെല്ലും. അപ്പോൾ ദേഷ്യത്തിലായിരുന്ന ജീസങ് സൊന്യോയെ തള്ളി താഴെയിടും. ഇത് കണ്ട് അയാളെ തടയാനെത്തി വൻസോ ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മൾ ഫ്രണ്ട്സ് ആകാമെന്ന് പറഞ്ഞിരുന്നതല്ലേ എന്ന്. മുന്നേ വൻസോയ്ക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആകാമെന്ന് ജീസങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൻസോ അതിൽ ഒരുപാട് ഹാപ്പിയുമായിരുന്നു. ജീസങ് വൻസോ ചോദിച്ചത് കേട്ടിട്ട് പറയും, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആകാമെന്ന് നിന്നോട് സിമ്പതി തോന്നിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ നമുക്ക് റിയൽ ഫ്രണ്ട്സ് ആകാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. അത് കേട്ടിട്ട് വൻസോ ഷോക്കായി പോകും. അവൾക്ക് ആകെപ്പാട് സങ്കടം വരും. ജീസങ് എന്നിട്ട് കീടങ്ങിനോട് വഴക്കുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കീടങ് യോഗട്ട് വണ്ടി തൻ്റെ പവർ ഉപയോഗിച്ച് ജീസങ് നടന്നു വരുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. അതുകണ്ട് ദേഷ്യം വന്നിട്ട് ജീസങ് വണ്ടി ഊതി ദൂരേക്കെറിയും. അതാണെങ്കിൽ നേരെ ചെന്ന് സൊന്യോനെ ഇടിക്കും. എല്ലാവരും തമ്മിൽ വഴക്കായി. സൊന്യോ വിഷമം കൊണ്ട് പറയും, എല്ലാവരും എന്താ ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി മീറ്റ് ചെയ്യേണ്ടായെന്ന്. അത് പറഞ്ഞിട്ട് അവരെല്ലാവരും വിഷമിച്ച് തങ്ങളുടെ വഴിക്ക് പോകും. വൻസോയ്ക്കാണ് ഏറ്റവും വിഷമമായത്. അവൾ തിരികെ തേക്കൊണ്ടോ അക്കാഡമിയിലേക്ക് പോകും. അച്ഛനും അവളെ കാണാതെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അക്കാഡമിയിൽ വൻസോ ഇരിക്കുന്നത് കാണുമ്പോൾ, ഇത്രയും നേരം നീ
നീ എവിടെയായിരുന്നു എന്ന് അച്ഛൻ ചോദിക്കും. നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വൻസോ അതിന് തനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയും. പക്ഷേ അച്ഛൻ പറയും, നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു എന്നറിയാമോ? ഇനി നോക്കാൻ ഒരിടം പോലും ബാക്കിയില്ല. നിനക്ക് വയ്യാത്തതല്ലേ? പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാലോ നിനക്ക്? അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആരോഗ്യം നോക്കാതെ കറങ്ങി നടക്കാമോ എന്ന്. അച്ഛൻ വിചാരിക്കുന്നത് അവൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോയി എന്നാണ്. ഇതെല്ലാം കേട്ടിട്ട് വിഷമം സഹിക്കാൻ പറ്റാതെ വൻസോ കരഞ്ഞുകൊണ്ട് പറയും, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, അവർക്കെല്ലാം എന്നോട് വെറുപ്പാണ്, ഞാൻ വെറും യൂസ്ലെസ് ആണ്. ഇങ്ങനൊരു ലൈഫാണ് ജീവിക്കേണ്ടതെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒന്നും ചെയ്യാതെ മരിച്ചു പോയാൽ മതിയായിരുന്നുവെന്ന്. അത് കേൾക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് ടെൻഷനായിട്ട് നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ വൻസോ പറയും, എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്നോർത്തല്ല വിഷമം, അച്ഛനാണ് എന്നെ സഫോക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന്. അച്ഛൻ വൻസോയുടെ ഹാർട്ട് റേറ്റ് ഒക്കെ എപ്പോഴും അറിയാൻ വേണ്ടി അവളുടെ കയ്യിൽ ഒരു ഡിവൈസ് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കയ്യിൽ നിന്ന് വലിച്ചു പറിച്ചിട്ട് അവൾ ചോദിക്കും, ഇതൊക്കെ കെട്ടിക്കൊണ്ട് നടക്കാൻ ഞാൻ എന്താ പട്ടിയോ മറ്റോ ആണോ? അച്ഛൻ കാരണം ഫ്രസ്ട്രേറ്റഡായി ഞാൻ മരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു അച്ഛനെ തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ ഡിവൈസ് എറിഞ്ഞു കളഞ്ഞിട്ട് വൻസോ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. അച്ഛൻ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് സീൻ ഷിഫ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ ഒരാൾ ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിടക്കുകയാണ്. അയാളൊരു ഫയർ ഫൈറ്റർ ആയിരുന്നു. തീപ്പൊള്ളലേറ്റിട്ടാണ് ഇപ്പോൾ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അയാളെ കാണാൻ വേണ്ടിയിട്ട് സൊന്യു അവിടേക്ക് വരികയാണ്. എന്നിട്ട് കുറച്ച് യോഗട്ട് ബോട്ടിൽസും അവിടെ വെച്ചിട്ട് ഇറങ്ങി പോകാൻ തുടങ്ങും. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടേക്ക് വരുന്നത്. ഭാര്യയെ കണ്ടിട്ട് സൊന്യു ഒന്ന് പരിങ്ങുന്നുണ്ട്. ഭാര്യ അപ്പോൾ സൊന്യയോട് പറയും, ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുന്നതിനിടയിൽ ഇനി ഇതുപോലത്തെ യോഗട്ടൊന്നും കൊണ്ടുവരണ്ട എന്ന് ആ സ്ത്രീ പറയും. എന്നിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത കാര്യമൊക്കെ സൊന്യയോട് ചോദിക്കുന്നുമുണ്ട്. വൈഫ് പറയും, നിങ്ങൾ സർജറി കഴിഞ്ഞപ്പോൾ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്, സ്കിന്നൊക്കെ ഫ്രഷ് ആയി എന്ന്. അത് കേൾക്കുമ്പോൾ സൊന്യോയ്ക്ക് ചെറുതായിട്ട് സന്തോഷമാകും. അപ്പോൾ ആ പെൺകുട്ടി പറയും, നിങ്ങൾ 2 ജീവൻ എടുത്തിട്ടാണ് നിങ്ങളുടെ ലൈഫ് തിരികെ കൊണ്ടുവന്നത്, അത് ശരിയാണോ എന്ന്. അത് കേട്ട ഉടനെ തന്നെ സൊന്യു ആ പെൺകുട്ടിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും. എന്നിട്ട് തനിക്ക് തെറ്റുപറ്റി, ഇനിയുള്ള ജീവിതം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു കൊള്ളാം, കുറേ ആളുകളുടെ ജീവൻ രക്ഷിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ആ പെൺകുട്ടി സൊന്യയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാതെ പോയി മരിച്ചുകൂടെ? കഴിഞ്ഞ തവണത്തേതുപോലെ ഇപ്രാവശ്യം അതിൽ തെറ്റൊന്നും വരുത്തരുത് എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സൊന്യു അവിടെ ഇരുന്ന് കരയുകയാണ്. സൊന്യയ്ക്ക് പണ്ട് കുറച്ച് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൾ മരിക്കാനെന്തോ നോക്കിയപ്പോൾ ഈ ഫയർ ഫൈറ്റർ ആണെന്ന് തോന്നുന്നു രക്ഷിച്ചത്. അതിൽ അയാൾക്ക് അപകടവും പറ്റിയിട്ടുണ്ടാകും. അതിൻ്റെ കുറ്റബോധം ഇപ്പോഴും സൊന്യയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയായിരിക്കും ആ പെൺകുട്ടി സൊന്യയെ ചീത്ത പറയുന്നത്. മൂവിയിൽ അത്ര ക്ലിയർ ആയിട്ട് ആ ഫയർ ഫൈറ്ററും സൊന്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയുന്നില്ല. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ്. നെക്സ്റ്റ് നമ്മളെ ചുൻഹായാണ് കാണിക്കുന്നത്. അവൾ വൻസോടെയും ഫ്രണ്ട്സിൻ്റെ വീഡിയോസ് കാണുകയാണ്. ചുൻഹ ഓർഗൻ മാറ്റിവെച്ച് എല്ലാവരെയും പിടിച്ചുകൊണ്ടുവന്ന് അവരെ ടെസ്റ്റ് ചെയ്ത് പുതിയ മരുന്നുണ്ടാക്കാനുള്ള പ്ലാൻ ഇടുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ വൻസോയും ജീസെങ്ങിനെയും കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൻസോയോട് അങ്ങനെ പറഞ്ഞതിനുള്ള അയാൾ സോറി പറയും. അതൊന്നും മനഃപൂർവ്വം പറഞ്ഞതല്ല, ടെൻഷൻ ആയപ്പോൾ പറഞ്ഞു പോയതാണെന്ന് ജീസെങ് പറയും. അയാൾക്ക് തൻ്റെ സൂപ്പർ പവേഴ്സ് യൂസ്ലെസ് ആണെന്നാണ് തോന്നുന്നത്. കീഡോങ്ങിൻ്റെ പോലത്തെ പവറൊക്കെ യൂസ്ഫുൾ ആണ്. തൻ്റെ ഈ പവർ എന്തിനു കൊള്ളാമെന്ന് അയാൾ വൻസോയോട് ചോദിക്കും. എന്നിട്ട് അയാൾ താൻ തൻ്റെ ഫ്രണ്ടിൻ്റെ റൈറ്റിംഗ് ഒന്നും കട്ടെടുത്തിട്ടില്ല, ഫ്രണ്ട് മറ്റൊരു സെനേരിയോ എടുത്തോളാമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ സ്റ്റോറി യൂസ് ചെയ്തതെന്ന് ജീസെങ് പറയും. എന്നിട്ട് വൻസോയോട് സൊന്യയോട് പോയി മാപ്പ് പറയുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ വൻസോ പറയും, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളെ കണ്ടുപിടിക്കട്ടെ. പക്ഷേ ജീസെങ് അതിന് ഉത്തരം പറയാതെ അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് വൻസോയും കീഡങ്ങും സൊന്യയും കൂടി ഒരിടത്ത് വന്നിരുന്ന് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ജീസെങ്ങിനോട് വരൂ എന്ന് ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിട്ടും പുള്ളി അങ്ങോട്ടേക്ക് വരുന്നില്ല. സൊന്യയ്ക്കാണെങ്കിൽ തൻ്റെ പവർ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ യൂസ്ലെസ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടി പോയി ലിവർ കിട്ടിയ ആളെ തപ്പിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. കീഡോങ് ഇതൊക്കെ കണ്ടിട്ട് അവിടെ കിടന്ന് ഓരോന്ന് പിറുപിറുക്കുന്നുമുണ്ട്. സീൻ ഷിഫ്റ്റായി നമ്മളെ യാക്സൺ ജോലി ചെയ്യുന്ന ഫാക്ടറിയാണ് കാണിക്കുന്നത്. യാക്സൺ അവിടെ തൻ്റെ മാനേജറിനോട് ഫാക്ടറിയിൽ കൂടുതൽ സേഫ്റ്റി മെഷേഴ്സ് വേണമെന്ന് പറയുകയാണ്. പക്ഷേ മാനേജർ അതൊന്നും സമ്മതിക്കില്ല. അങ്ങനെ ലഞ്ച് ടൈമായി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഫാക്ടറിക്കകത്ത് ഒരിടത്ത് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ചുറ്റുവട്ടം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ വലിയ സൗണ്ട് ഉണ്ടാകും. ബ്ലാസ്റ്റ് ഉണ്ടായത് കാരണം ജോലിക്കാരോടെല്ലാം സേഫായി പുറത്തേക്ക് പോകാൻ യാക്സൺ പറയും. അപ്പോഴാണ് അകത്ത് ബ്ലാസ്റ്റ് ഉണ്ടായ സ്ഥലത്ത് ഒരു ജോലിക്കാരൻ കുടുങ്ങിക്കിടക്കുന്നത് യാക്സൺ കാണുന്നത്. അപ്പോഴേക്കും സേഫ്റ്റി ഇഷ്യൂസ് കാരണം വാതിലുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അടയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ജോലിക്കാരൻ മാത്രം ബ്ലാസ്റ്റ് ഉണ്ടായ സ്ഥലത്ത് കുടുങ്ങിപ്പോകും. ജോലിക്കാരൻ തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഇതുകണ്ട് യാക്സൺ അടഞ്ഞ ഡോറ് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളെ കൊണ്ട് പറ്റുന്നില്ല. ഈ ഫാക്ടറിയുടെ അടുത്തായിരുന്നു വൻസോയും ടീമും ഉണ്ടായിരുന്നത്. അവർ ഈ ബ്ലാസ്റ്റിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. യാക്സൺ ഇങ്ങനെ ഡോറ് പൊളിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് വൻസോ അവിടേക്ക് പറന്നു വന്ന് ആ ഡോറ് ഒറ്റ ചവിട്ടിന് പൊളിച്ചു കളയും. പക്ഷേ അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ഡോറ് എത്ര നോക്കിയിട്ടും വൻസോയെ കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് വിരൽ ഞൊടിച്ച് പാട്ടൊക്കെ ഇട്ട് കീഡങ് മാസായിട്ട് വരുന്നത്. ഡോറ് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അവൻ ഒറ്റ സ്നാപ്പിൽ ഡോർ
ഡോറ് തുറക്കും. സൊന്നുയും അവരോടൊപ്പമുണ്ട്. അവിടെ മുഴുവനും പുകയായിരുന്നതുകൊണ്ട് അകത്തേക്ക് ആർക്കും കടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ജീസങ് അവിടേക്ക് വരുന്നത്. പുള്ളിക്കാരൻ മാസായിട്ട് സ്ലോ മോഷനിലൊക്കെ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് കാലിന്ന് സ്ലിപ്പാകുമെങ്കിലും മാസ് ഒട്ടും കളയാതെ അകത്ത് പെട്ടുകിടക്കുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി നേരെ പുകയുടെ ഇടയിൽ കൂടി അകത്തേക്ക് പോവുകയാണ്. ജീസങ്ങിന് ബ്രെത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ജീസങ് പോയ അതേ സ്പീഡിൽ കണ്ണും തിരുമ്മിക്കൊണ്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കും, അകത്തപ്പടി പോകുക, ഒന്നും കാണാൻ വയ്യ, ഇവിടെ ഗ്ലാസ് വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ കീടങ് തൻ്റെ പവർ ഉപയോഗിച്ച് അകത്ത് പെട്ടുകിടക്കുന്ന ആളുടെ ഫോൺ ഹാക്ക് ചെയ്ത് ആൾ കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് ജീസങ്ങിനോട് പറയും, ഞാൻ വഴി പറഞ്ഞു തരാം, താൻ പോയി അയാളെ രക്ഷിച്ചോ എന്ന്. അത് ജീസങ്ങിന് അത്രയ്ക്ക് പിടിക്കില്ല. നീ ആരടാ എന്നോട് ആജ്ഞാപിക്കാൻ എന്ന് ജീസങ് ചോദിക്കും. ആ പറഞ്ഞത് കീടൊങ്ങിനും ഇഷ്ടമാകില്ല. അങ്ങനെ അവർ അവിടെ കിടന്ന് ഒന്നും രണ്ടും പറഞ്ഞ് അടിയുണ്ടാക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് സെന്യോയ്ക്ക് ഭയങ്കര ടെൻഷനാകും. ഇവരെ കൂളാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരത് മൈൻഡ് പോലും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ സെന്യോയുടെ കൺട്രോൾ പോകും. അവർക്ക് പെട്ടെന്ന് കലി കയറി ഉറക്കെ അലറി വിളിച്ച് അവരെ രണ്ടുപേരെയും നല്ല ചീത്ത വിളിക്കും. എന്നിട്ട് വേഗം പോയി ആ ജോലിക്കാരെ രക്ഷിക്കടാ എന്ന് പറയും. നമ്മുടെ ഹീറോസ് രണ്ടുപേരും സെന്യോയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് പേടിച്ച് ഒരു മൂലയ്ക്ക് പോയി നിൽക്കുകയാണ്. വൻസു അപ്പോൾ 2 പൈപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് തൻ്റെയും ജീസങ്ങിൻ്റെയും വായിലേക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടി വെച്ചിട്ട് അകത്തേക്ക് കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷിക്കാൻ പോവുകയാണ്. പുറത്തുനിന്ന് കീടങ് അവർക്ക് കറക്റ്റ് വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ കുടുങ്ങിക്കിടന്ന ആളെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നു. യാക്സൺ എന്നിട്ട് തൻ്റെ പവർ ഉപയോഗിച്ച് അയാളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് തങ്ങൾ അന്വേഷിക്കുന്ന അടുത്ത ആൾ യാക്സൺ ആണെന്ന് മനസ്സിലാകുന്നത്. യാക്സൺ ആ വയ്യാത്ത ആളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. പക്ഷേ യാക്സന്റെ ആരോഗ്യം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. ഇനി കുറെ വെള്ളം കുടിച്ചാൽ മാത്രമേ പോയ ആരോഗ്യം യാക്സന് വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ. വെള്ളമെടുക്കാൻ അവർ കീടൊങ്ങിനെയാണ് പറഞ്ഞു വിടുന്നത്. അവനാണെങ്കിൽ വെള്ളം കണ്ടുപിടിക്കാൻ വെപ്രാളപ്പെട്ട് അതിലൂടെയും ഇതിലൂടെയും വിരലിഞ്ഞൊടിച്ചുകൊണ്ട് നടക്കുകയാണ്. യാക്സന്റെ ആരോഗ്യം മോശമായി വരുന്നത് കണ്ടിട്ട് സെന്യു ജീസങ്ങിന്റെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ വെറുതെ നിൽക്കാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. സെയിം ടൈം സെന്യു തൻ്റെ മറ്റേ കൈ കൊണ്ട് യാക്സന്റെ കയ്യിലും പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെന്യു രണ്ടുപേരുടെയും കയ്യിൽ ഒരുമിച്ച് പിടിക്കുമ്പോൾ പെട്ടെന്ന് സെന്യുവിൻ്റെയും ജീസങ്ങിൻ്റെയും സൂപ്പർ പവർ ട്രാൻസ്ഫറായി യാക്സന്റെ ബോഡിയിലെത്തി അയാൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടും. ഇത് കണ്ടിട്ട് അവരെല്ലാവരും ഷോക്കാകും. അങ്ങനെ അവസാനം സെന്യു തൻ്റെ സൂപ്പർ പവർ കണ്ടുപിടിച്ചു. അവർക്ക് എല്ലാവരുടെയും സൂപ്പർ പവർ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള പവറാണുള്ളത്. സെന്യുയ്ക്ക് അപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഈ സമയം മുന്നത്തെ ബ്ലാസ്റ്റിൻ്റെ എഫക്റ്റ് കാരണം അവിടെ മുഴുവൻ തകരാൻ തുടങ്ങും. അവരെല്ലാവരും വയ്യാത്ത ആളെയും കൂട്ടി അവിടെ നിന്നും ഓടാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഓടി കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ ഒരാളെ മറന്നുപോയ കാര്യം അവർക്ക് ഓർമ്മ വരുന്നത്. മിസ്റ്റർ കീടങ് അവർക്കൊപ്പമില്ല. സെയിം ടൈം കീടോങ് ആണെങ്കിൽ ഒരു അരക്കുപ്പി വെള്ളവും കൊണ്ട് ഇവർ മുന്നേ ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്നിട്ട് അവരെ ആരെയും കാണാത്തത് കൊണ്ട് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കീടോങ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകും. അവിടുത്തെ ഇലക്ട്രിസിറ്റി ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് കീടോങ്ങിന് തൻ്റെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഈ സമയം വൻസോയും സൊന്യോയും യാക്സനും കൂടി കീടോങ്ങിനെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും കീടോങ്ങിനെ കാണിക്കുകയാണ്. അവനിങ്ങനെ വഴി കണ്ടെത്താൻ വേണ്ടി സ്നാപ്പ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന അതിശക്തമായ ലൈറ്റ് അവൻ്റെ കണ്ണിലേക്ക് അടിക്കുകയാണ്. അപ്പോൾ കീടങ്ങിന് തൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു പേടിപ്പെടുത്തുന്ന സംഭവം ഓർമ്മ വരും. കീടങ് ഒരാപത്തിൽപ്പെട്ട് പേടിച്ചു നിൽക്കുമ്പോൾ അവൻ്റെ ഒപ്പമുണ്ടായിരുന്ന 4 കൂട്ടുകാരും അവനെ തനിച്ചാക്കി പോകുന്നതായിരുന്നു ആ ഓർമ്മ. കീടങ് പെട്ടെന്ന് വല്ലാണ്ടായിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കും. വൻസോയും സൊന്യോയും യാക്സനും കീടങ്ങിൻ്റെ അടുത്തെത്താറായെങ്കിലും മുന്നിൽ നിറയെ പുകയായിരുന്നതുകൊണ്ട് അവർക്ക് അതിലൂടെ പോകാൻ കഴിയുന്നില്ല. അപ്പോൾ വൻസോ യാക്സനോട് ഇവിടെ ഓക്സിജൻ ടാങ്ക് വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ നിങ്ങളുടെ ഓക്സിജൻ ടാങ്ക് വന്നു എന്ന് പറഞ്ഞ് വലിയൊരു ഗോഗിൾസും വെച്ചുകൊണ്ട് ജീസങ് അവിടേക്ക് വരും. എന്നിട്ട് അയാളൊരു ഹീറോയെ പോലെ കീടോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി ആ പുകയ്ക്കുള്ളിലൂടെ അകത്തേക്ക് പോവുകയാണ്. കീടോങ് ആകട്ടെ ഈ സമയം കൊണ്ട് അവിടുത്തെ സ്മോക്കെല്ലാം ശ്വസിച്ച് ബോധം പോവാറായിട്ടുണ്ടായിരുന്നു. ജീസങ് അങ്ങനെ കീടോങ്ങിൻ്റെ അടുത്തെത്തും. ജീസങ് കീടോങ്ങിനെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ശ്വാസം കിട്ടാതെ അവൻ്റെ അവസ്ഥ മോശമാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ജീസങ് ഒരു ഐഡിയ പ്രയോഗിക്കും. അയാൾ കീടോങ്ങിന് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മൗത്ത് ടു മൗത്ത് ശ്വാസം കൊടുക്കും. കാരണം ജീസങ്ങിന് നല്ല ലങ് കപ്പാസിറ്റി ഉണ്ടല്ലോ. ജീസങ് ഇങ്ങനെ ചെയ്തപ്പോൾ കീടോങ് ഷോക്കായിട്ട് അവൻ്റെ കണ്ണ് തള്ളിപ്പോകും. പോരാത്തതിന് ഈ സീനിൽ ബീജിയമായിട്ട് ഒരു സോങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. അതുകൂടി ആകുമ്പോൾ ഒന്നുകൂടി പൂർത്തിയാകും. അങ്ങനെ ജീസങ് കീടോങ്ങിനെ രക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കും. കീടോങ്ങിനാണെങ്കിൽ ഇതിലും ഭേദം അവിടെ കിടന്ന് മരിക്കുന്നതായിരുന്നു എന്ന് തോന്നിപ്പോകും. തന്നെ രക്ഷിച്ചുകൊണ്ടുവന്ന് കഴിയുമ്പോൾ അവൻ ജീസങ്ങിനെ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട്. ഇവിടെ വെച്ച് ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും മറക്കാതെ കാണുക.